ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയായാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പെറിന് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാണ് പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൽ വെച്ച പ്രസവം വേറെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്ന്, ആട് പെറുന്ന് 2, 3, 4. നായ 3 മാസം പെറുണ്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറെ ഇല്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിന് ഇട്ടില്ല. ജഫറൂലിയര് പെണ്ണുങ്ങൾ വെറ്റ് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെറ്റ് വീട്ടിൽ നിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ. ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട്. ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറെ ഇല്ല, ഒരു ഡോക്ടറും അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിനൂബിക്കാത്ത് ചെയ്യാൻ പോവാ. അപകടം വരും ചങ്ങായേ. ഈ രശ്മികൾ കടത്തി വിട്ടിട്ട് ഈ ഭ്രൂണം കേടുവരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിന് കേടുണ്ട്. വെള്ളം നിറഞ്ഞ അതാണ്. എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. ഇതൊന്ന് ചിന്തിക്കുന്നത് നന്ന് മുസ്ലിമീങ്ങളെ. അയ്യ വണക്കം. പിന്നല്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഉസ്താദ് എന്ന് പറയുന്ന മണ്ടന്മാരുള്ള കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതല്ല, ഇതിൻ്റെ അപ്പുറം നടന്നാലും യാതൊരു അത്ഭുതവും സംഭവിക്കാനില്ല. ആരോഗ്യരംഗവും കേരള പോലീസും ഇതിനെതിരെയൊന്നും യാതൊരുവിധ ആക്ഷൻസും എടുക്കാൻ തയ്യാറാകില്ല എന്നുള്ളത് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് കാരക്ക മണ്ഡപത്തിൽ ഷമീറ ബീവി എന്ന് പറയുന്ന 39 വയസ്സായ 3 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഒരു സ്ത്രീ വീട്ടിൽ പ്രസവം എടുക്കാൻ ശ്രമിച്ച് മരണപ്പെടുന്ന റിപ്പോർട്ട് നമ്മളെല്ലാവരും കേട്ടത്. വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. ഇവരുടെ ഭർത്താവ് നയാസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ SDPIയുടെ മണ്ഡലം കമ്മിറ്റി അംഗമായിട്ടുള്ള, നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ല് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നയാസ് പാവമാണ്, പിഞ്ചു കുട്ടിയാണ്, തങ്ക കട്ടിയാണ്, തങ്ക കമ്പിയാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾക്കപ്പുറം ഇയാൾ എന്ന് പറയുന്ന വ്യക്തി SDPIയുടെ മണ്ഡലം നേതാവും പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെൽ നിയന്ത്രിച്ചിരുന്ന ആളുമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ വളരെയധികം കൂടുകയാണ് എന്നും നമ്മൾ ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. സംഭവത്തിന്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നയാസ് എന്ന് പറയുന്ന ഈ വ്യക്തി 2 കെട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെയാണ് ഇയാൾ 2ാമത്തെ ഭാര്യയായിട്ടുള്ള ഷമീറ ബീവിയെ വിവാഹം കഴിച്ചത്. പിന്നെ അങ്ങനെയുള്ള നിയമം അവർക്ക് അനുകൂലമായതുകൊണ്ട് അവർക്ക് അങ്ങനെ വിവാഹം ചെയ്യാം. അതുകൊണ്ട് അതിൽ യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ആവശ്യകത നമ്മൾ ഇവിടെയാണ് എടുത്തു കാണേണ്ടത്. ഇങ്ങനെയുള്ള വിവാഹങ്ങൾ എല്ലാവർക്കും ഒരു നിയമം, ഡിവോഴ്സ്, സ്വത്തവകാശം എല്ലാം ഒരേ ലെയറിൽ വരുന്ന കാര്യമാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് വരുന്നത് വരെ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ അതിന് നിയമസാധുതയുണ്ട് എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, 2 വിവാഹം കഴിച്ചു കഴിഞ്ഞ ഇയാൾക്ക് ആദ്യ ഭാര്യയിൽ മക്കളുണ്ട്. ഈ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മക്കളെ ഇയാൾ അക്യൂപങ്ക്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തുള്ളൊരു വ്യാജ സിദ്ധന്റെ കയ്യിൽ നിന്നും ഇയാൾ അക്യൂപങ്ക്ചർ പഠിക്കുന്നു. ആ അക്യൂപങ്ക്ചർ പഠിച്ചു കൊണ്ടുവന്നിട്ട് ഇയാൾ 2ാമത്തെ ഭാര്യയുടെ മേൽ പ്രയോഗിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ഈ 2ാമത്തെ ഭാര്യയായിട്ടുള്ള സമീറ ബീവിയുടെ 2ാം വിവാഹമാണിത്. സമീറ ബീവി ആദ്യം 3 പ്രസവിച്ച ഒരു സ്ത്രീയാണ്. ഈ 3 പ്രസവങ്ങളും സിസേറിയൻ ആയിരുന്നു എന്നുള്ളതാണ്. ഈ സിസേറിയൻ ആയി കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു സ്ത്രീക്കുള്ള പ്രസവം തന്നെ സിസേറിയൻ ആയി കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സിസേറിയൻ തന്നെ ആകണം, ഇല്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർമാർ അത്തരത്തിലുള്ള ഒരു കാര്യം ആദ്യം സിസേറിയൻ ആകുന്ന ദമ്പതികളോട് തന്നെ പറയുന്നത്. പക്ഷേ ഇവിടെ ആദ്യം സിസേറിയൻ ആയിട്ട് പോലും, 2ാമത് സിസേറിയൻ ആയിട്ട് പോലും, 3ാമത് സിസേറിയൻ ആയിട്ട് പോലും 4ാമത് സുഖപ്രസവം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുമെന്ന് പറഞ്ഞ് അക്യൂപങ്ക്ചർ മേഖലകളിലേക്ക് ഇയാൾ പോവുകയാണ്. ഈ 2ാമത്തെ ഭാര്യയെ വകവരുത്തി 3ാമതൊരു കല്യാണം കഴിക്കാനാണോ ഈ വേട്ടാവളിയെ ഇതൊക്കെ ചെയ്തത് എന്ന് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ പോലീസിന്റെ കാര്യമാണെങ്കിൽ പറയാതിരിക്കുന്നതാണ് ഭേദം. ആരോഗ്യ പ്രവർത്തകർ പോലീസിന് ഡിസംബറിൽ തന്നെ വിവരം കൈമാറിയിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു വേട്ടാവളിയും താമസിക്കുന്നുണ്ട്,
ഇവനെ എത്രയും പെട്ടെന്ന് തട്ടിത്തോളി കയറ്റണമെന്ന് പോലീസിന് കൃത്യമായിട്ടുള്ള വിവരം നൽകിയിട്ടുണ്ടെങ്കിലും SDPIയുടെ മണ്ഡലം കമ്മിറ്റി നേതാവായതുകൊണ്ട് തന്നെ ഇവനെതിരെ ഒരു വിരലനക്കാൻ പോലീസിന് ഭയമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, സ്വന്തം മക്കളെ പോലും വാക്സിൻ എടുക്കാൻ ഇവൻ സമ്മതിച്ചിരുന്നില്ല. പോളിയോ വാക്സിൻ സ്വന്തം മക്കൾക്ക് എടുക്കാൻ വിസമ്മതിച്ചതിന് പുറമെ ഇയാൾ ചെയ്ത വേറൊരു തെണ്ടിത്തരം എന്ന് പറയുന്നത് സ്വന്തം മക്കളെ അങ്കണവാടിയിലും വിട്ടുന്നില്ല എന്നുള്ളതാണ്. സമീറ ബീവി ഇവിടെ എത്തുന്നത്, അതായത് കാരക്ക മണ്ഡപത്തിൽ എത്തുന്നത്, ആദ്യം അവർ നെടുമങ്ങാടായിരുന്നു താമസിച്ചിരുന്നത്, പിന്നീട് അവർ കാരക്ക മണ്ഡപത്തേക്ക് എത്തിയിട്ട് 8 മാസമാണ് ആകുന്നത്. സമീറ ബീവി അവിടെ താമസിച്ചു തുടങ്ങിയപ്പോൾ ഗർഭിണിയാകുന്നു. ആ ഗർഭിണിയായ വിവരം ഈ നിയാസ് എന്ന് പറയുന്ന നരാധമൻ നാട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചു. സമീറ ബീവി ഈ നരാധമന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇവർക്ക് ഇയാൾ ഉപേക്ഷിച്ചു പോകുമോ എന്ന വലിയ രീതിയിലുള്ള ഭയമായിരുന്നു. പക്ഷേ ഇവർ പടിയിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ നാട്ടുകാർ, കാരക്ക മണ്ഡപത്തിലുള്ള അയൽവാസികൾ കൃത്യമായി മനസ്സിലാക്കി ഇവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന്. അങ്ങനെ അവരുമായിട്ട് നാട്ടുകാർ സംസാരിക്കുന്നു. നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നയാസിനോട് പറയുന്നു. നയാസ് നാട്ടുകാർക്കെതിരെ അസഭ്യ വർഷം നടത്തി ഓടിക്കുകയാണ്. അങ്ങനെ നാട്ടുകാർ പറഞ്ഞ നേട്ടിട്ട് കൗൺസിലറായിട്ടുള്ള ദീപിക അവിടെ എത്തുകയാണ്. ദീപിക അവിടെ എത്തി അയാളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വരമിരുന്ന ശേഷം അരമണിക്കൂറിന് ശേഷമാണ് കതക് തുറന്നു തന്നതെന്നാണ് വാർഡ് കൗൺസിലറായിട്ടുള്ള ദീപിക പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്, നിങ്ങൾ ദയവ് ചെയ്ത് അവരെ ആശുപത്രിയിൽ എത്തിക്കണം എന്ന് ആദ്യം പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് നയാസ് കൗൺസിലറോട് മറുപടി പറഞ്ഞത് എന്നാണ് ദീപിക പറയുന്നത്. അതിനുശേഷവും ദീപിക അയാളെ വിളിക്കാനും കോൺടാക്ട് ചെയ്യാനും ഉള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അയാൾ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. ഇയാൾ ഭാര്യയെ അതിനുശേഷം വീട്ടിൽ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല, കൗൺസിലറോട് സംസാരിക്കാൻ പാടില്ല. അതിനിടയ്ക്ക് ഈ കൗൺസിലർ നേരെ ഈ കാര്യം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ വീട്ടിലേക്ക് വരുന്നു. ഇയാൾ ആരോഗ്യ പ്രവർത്തകരെ തെറി പറഞ്ഞ് ഓട്ടിക്കുകയാണ്. തെറി പറഞ്ഞ് ആരോഗ്യ പ്രവർത്തകരെ ഓട്ടിക്കുന്ന മാത്രമല്ല, ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും സമ്മതിക്കുന്നില്ല. അതിനിടയിൽ ഈ ഭാര്യയുടെ പ്രസവം നോക്കാനായിട്ട് ഇയാളുടെ ആദ്യ ഭാര്യയിൽ, മണക്കാട് താമസിക്കുന്ന ആദ്യ ഭാര്യയിലുണ്ടായ അക്യൂപങ്ചർ തന്നെ പഠിക്കുന്ന 17-കാരിയായിട്ടുള്ള ഒരു മകളെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് നാട്ടുകാർ കാണുന്ന ദൃശ്യം ഇതാണ്. വീട്ടിലേക്ക് ഭാര്യയുടെ പ്രസവം എടുക്കാൻ മകളെ കൊണ്ടുവരികയാണ്. മകളെ കൊണ്ടുവരുന്ന ശേഷം കുറേ നേരം കഴിഞ്ഞ് വീട്ടിലേക്ക് ചറപറാന്ന ആംബുലൻസുകൾ വരുന്നു. ഭാര്യ ആംബുലൻസ് കയറ്റുന്നു. നേരെ കിള്ളിപ്പാലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ആ വിവരം ഇവർ അറിയുന്നത് ഭാര്യയും കുഞ്ഞും മരിച്ചിട്ട് മണിക്കൂറുകളായി എന്നുള്ള കാര്യം. രക്തസ്രാവത്തെ തുടർന്നാണ് മരിച്ചത്. പക്ഷെ കുഞ്ഞ്, ആ ഭാര്യയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് 2 ദിവസം മുമ്പേ മരിച്ചെന്നും ആ 2 ദിവസം മുമ്പ് മരിച്ച കുഞ്ഞ് പുനർജീവിക്കും എന്ന് പറഞ്ഞ് പിന്നീട് പ്രസവം എടുത്തതാണ് എന്ന പല റിപ്പോർട്ടുകളും, ഞെട്ടിക്കുന്ന, കേരളത്തിന്റെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന പല റിപ്പോർട്ടുകളും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ, ഇന്ത്യ മുഴുവനായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് മലയാള മനോരമയിൽ ഒരു റിപ്പോർട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എങ്കിലും നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. 500-ലധികം പേര് ഇന്നും കേരളത്തിൽ വീടുകളിൽ പ്രസവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 500-ലധികം പേർക്ക് വീട്ടിൽ പ്രസവിക്കാൻ പ്രചോദനമുണ്ടാക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണ്ടേ. ഇനി മലപ്പുറത്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് വീടുകളിൽ എന്ന റിപ്പോർട്ടുകളും ഇന്ന് മലയാള മനോരമ പത്രത്തിലുണ്ട്. മലപ്പുറത്ത് 189 പ്രസവങ്ങളാണ് നടക്കുന്നത്. രണ്ടാമത് വയനാട് 28, മൂന്നാമത് തിരുവനന്തപുരം 25. കേരളത്തിൽ ഒരു വർഷം 500 മുതൽ 700 വരെ പ്രസവങ്ങൾ വീടുകളിൽ നടക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നത്. ഇവർക്ക് ആരാണ് ഈ വീട്ടിൽ പ്രസവിക്കാനുള്ള ധൈര്യം കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോഴാണ്, ആ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധ എലമെന്റുകൾ പ്രചരിപ്പിക്കുന്ന പല മത പണ്ഡിതരെന്നും നടിച്ചു നടക്കുന്ന, യാതൊരുവിധ വിവരവോ അറിവോ ഇല്ലാത്ത, യാതൊരുവിധ ടെക്നിക്കൽ നോളജും ഇല്ലാത്ത പല വേട്ടാവളിയന്മാരുടെ അടുത്തേക്ക് നമ്മൾ ചെന്നെത്തുന്നത്. അതിലൊരു സാധനമാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പ്ലേ ചെയ്ത ആ സാധനം എന്ന് പറയുന്നത്. അതിൻ്റെ പേര് മാതിരു റസൂൽ പകര ഉസ്താദ് എന്നാണ്. പുള്ളി അങ്ങ് ഭയങ്കര കാര്യമായിട്ട് പറയാണ്, നമ്മൾ ആശുപത്രിയിലൊന്നും പോകാൻ പാടില്ല. ആനയുടെ പ്രസവത്തിനെ കാട്ടിലും ഇടങ്ങേറ് പിടിച്ച പ്രസവം ഏതെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആന ആശുപത്രി പോയിട്ടാണ് പ്രസവിക്കുന്നത്. ആട് പിറന്ന്, പട്ടി പിറന്ന്, പൂച്ച പിറന്ന്. പട്ടിയാണെങ്കിൽ 7-8 കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്. പൂച്ചയാണെങ്കിൽ 7-8 കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്. എൻ്റെ വീട്ടിലെ സ്ത്രീകൾ 9 പെറ്റു. ഞാൻ ഇതുവരെ ആശുപത്രിയിലൊന്നും പോയിട്ടില്ല, ഞാൻ കാണിച്ചിട്ട് പോലുമില്ല. പോരാത്തതിന് ഞാൻ തന്നെയാണ് അവരുടെ ഡോക്ടർ. എത്ര സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇയാൾ നടത്തുന്നത്. കേസെടുത്ത് ഇയാളെ എടുത്ത് അകത്തിടണ്ടേ? ഇവിടെയുള്ള വ്യാജ സിദ്ധന്മാർ, പാരമ്പര്യ വൈദ്യന്മാർ, മോഹനം വൈദ്യന്മാരെ പോലെയുള്ള സിദ്ധന്മാർ, ഇങ്ങനെയുള്ളവർക്കെതിരെയെല്ലാം സർക്കാർ കേസെടുത്ത് പിടിച്ചകത്തിടുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ വ്യാജ പ്രസ്താവനകൾ ഇറക്കുന്ന ഇതുപോലെയുള്ള സാമൂഹിക വിരുദ്ധ എലമെന്റുകൾക്കെതിരെ പിടിച്ചകത്തിടാൻ, ഇവരെ പിടിച്ചകത്തിടാൻ സർക്കാരിൻ്റെ മുട്ട് വിറയ്ക്കുന്നു എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യമായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, മതം.
മതം മാത്രമാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. ഇയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സമൂഹം മനസാക്ഷി ഞെട്ടിപ്പോവും. സ്കാൻ ചെയ്യുന്നത് കുഞ്ഞിനെ സ്കാൻ ചെയ്യുന്നത് ദോഷമാണ്. ഡോക്ടർമാരുടെ കുറിപ്പുണ്ടെങ്കിലേ സ്കാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കുഞ്ഞിനെ സ്കാൻ ചെയ്യുന്നതോടുകൂടി കുഞ്ഞിൻ്റെ കിഡ്നി ഫെയിലാവും, കുഞ്ഞിൻ്റെ ഹാർട്ട് ഫെയിലാവും, കുഞ്ഞിൻ്റെ പല ഭാഗങ്ങളും അടിച്ചു പോകും, ആ ഭ്രൂണത്തിന് കേടുവരും എന്നൊക്കെയുള്ള എത്ര മണ്ടത്തരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെയാണ് അടിച്ചിറക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത് കണ്ട് ഇൻസ്പയർ ആകുന്ന പല ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതിനെക്കുറിച്ച് നാസർ ഹുസൈൻ കിഴക്കേടത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാട്ടിൽ ആന പ്രസവിക്കുന്നത് ആശുപത്രിയിലാണോ? വീട്ടിൽ പൂച്ചയും ആടും പ്രസവിക്കുന്നത് ഡോക്ടറുടെ സഹായത്താലാണോ? ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കേട്ടിട്ടാണ് ആളുകൾ യൂട്യൂബ് നോക്കി വീടുകളിൽ പ്രസവം എടുക്കാൻ നോക്കുന്നതും അമ്മമാർ മരിക്കുന്നതും. 21ാം നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ പോലും ഇന്ത്യയിൽ 1 ലക്ഷം പ്രസവങ്ങളിൽ 400ഓളം മരണങ്ങൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഏതാണ്ട് 100ആയി. കേരളത്തിൽ വെറും 30 മാത്രം. കുറച്ചു കൊണ്ടുവന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പൊതുജനാരോഗ്യ കേന്ദ്രത്തിന്റെയും ആശുപത്രികളുടെയും കഴിവുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ദൈവത്തിന്റെ കഴിവുകൊണ്ടല്ല. ഇതുപോലെ അശാസ്ത്രീയ പ്രസംഗങ്ങൾ നടത്തുന്നവരെ സമൂഹം ബഹിഷ്കരിക്കണം. തലയ്ക്കകത്ത് ആൾ താമസമുള്ള കുറച്ചെങ്കിലും ആളുകൾ മത നേതൃത്വങ്ങളിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ പുറത്താക്കാൻ മുന്നോട്ട് വരണം. തിരുവനന്തപുരത്ത് പൂന്തുറയിൽ യൂട്യൂബ് കണ്ട് ഭർത്താവ് വീട്ടിൽ പ്രസവം എടുക്കാൻ നോക്കി അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഇതുപോലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നവരെയും പരോക്ഷ പ്രേരണ കുറ്റം ചുമത്തി പിടിച്ചകത്തിടണം. നമ്മുടെ പൊതു ആരോഗ്യ മേഖല ഇതുവരെ നേടിയ നേട്ടങ്ങളെ പിന്നോട്ടടിക്കാൻ ആരെയും അനുവദിക്കരുത്. അതിന് മതവിശ്വാസം ഒരു കാരണമാകുന്നു എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. പോരാത്തതിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റും ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാനം ഇയാൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആണുങ്ങളായിരുന്നു ഈ ലോകത്ത് പ്രസവിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഉസ്താദായിരിക്കും ഏറ്റവും ആദ്യം പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുക എന്നുള്ളത്. അപ്പം ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.